ക്രിപ്റ്റോ പറലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കറ്റ് നോക്കിയാൽ ഇപ്പം ബിറ്റ്കോയിൻ നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ബിറ്റ്കോയിൻ ഈ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ഇവിടെ ഒരു 64K ഒക്കെ എത്തിയിട്ട് നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നു. ആ ഒരു കറക്ഷൻ സമയത്താണെങ്കിൽ ബാക്കിയുള്ള മിക്ക ആൾട്ട് കോയിനും ഒരു -2% ബിറ്റ്കോയിൻ ഡംപായാലും ബാക്കിയുള്ള ആൾട്ട് കോയിനും 10-15% ഡംപാവും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏപ്രിലിൽ ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് കഴിഞ്ഞു. ഹാൽവിങ്ങിന് ശേഷം നിങ്ങൾ നോക്കുക, അതിന് മുമ്പ് ആൾട്ട് കോയിൻ്റെ പ്രൈസ് ഏതാണ്, ആ ഒരു ഹാൽവിങ്ങിന് ശേഷം ആൾട്ടോയിൻ്റെ പ്രൈസ് ഏതാണെന്ന്. അപ്പോൾ ഹാൽവിങ്ങിന് ശേഷം ആൾട്ടോയിനാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഡംപായത്. പലതും നോക്കിയാൽ എക്സാമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോട്ട്, അതുകൊണ്ട് ആറ്റമൊക്കെ $3.5 പോയി. ഇപ്പം വേൾഡ് പോയി, അതൊക്കെ $1.5 ആ ഒരു സംതിങ്ങേ ഉള്ളൂ. ഇപ്പോഴും നല്ല രീതിയിൽ ഫ്യൂച്ചർ ഇപ്പം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു കോയിനാണ് സൂയി. ഓൾറെഡി സൂയി ഇപ്പം നല്ല രീതിയിൽ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നമുക്ക് ഏതാണെന്ന് നോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ആർബിട്രം. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, ആർബിട്രം. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വൺ മന്ത് അപ്പം ഓൾറെഡി $7, അത് നമ്മൾ കണക്ക് കൂട്ടണ്ട. ഈ ഒരു ഏരിയ ഒരു $2 അത്യാവശ്യം നിന്നിരുന്നു. കണ്ട് ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ $2.42 വരെ ആർബിട്രം എത്തിയിരുന്നു. ആ ഒരു വന്ന സമയത്ത്, ഇത് 2023 ആ സമയത്തൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂയി വന്നത്. സൂയി ഇപ്പം നല്ല 70 സെൻറ്റിലൊക്കെ ആയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു. അതിപ്പം $1.5 എത്തി. ഇനിയിപ്പോൾ അതൊരു കറക്ഷൻ വരും. അതുകൊണ്ട് ഇപ്പം നിങ്ങളത് ചാടിക്കയറിയൊന്നും ബൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല പമ്പായി, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കൊടുത്തു. ഇനിയും പ്രോഫിറ്റ് കൊടുക്കാനുള്ള ആർബിട്രമാണ്. ആർബിട്രം പമ്പൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആർബിട്രം നോക്കി വെക്കുക. ആർബിട്രം ഒരെണ്ണമെങ്കിലും മേടിക്കുക, അല്ല 2 എണ്ണം മേടിക്കാമല്ലോ. $1 ഉണ്ടെങ്കിൽ രണ്ട് കൂടുതൽ കിട്ടുമല്ലോ. 2 കൂടുതലില്ല, കഷ്ടിച്ച് 2 എണ്ണത്തിൻ്റെ അടുത്ത് കിട്ടത്തുള്ളൂ. 59 സെൻറ്റില്ലേ. അപ്പോൾ ഒരു $1.5 മുടക്കിയാൽ തന്നെ 2 എണ്ണമെങ്കിലും കിട്ടും. അപ്പോൾ ഇത് 2 എണ്ണമെങ്കിലും ഹോൾഡ് ചെയ്യുക, അല്ല ഒരെണ്ണമെങ്കിലും ഹോൾഡ് ചെയ്യുക, അത്രയും മതി. അല്ല കൂടുതൽ വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഒരെണ്ണമെങ്കിലും ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ $2 എത്തിയാൽ, ഇതിപ്പം പോയാൽ $2 എത്തിയാൽ നല്ല രീതിയിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടത്തില്ല. അത്രയെങ്കിലും പ്രോഫിറ്റ് കിട്ടത്തില്ലേ. ഞാൻ വലിയ രീതിയിൽ എമൗണ്ട് ഇട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പിന്നെ ബിറ്റ്കോയിനെ സംബന്ധിച്ചാണെങ്കിൽ ബിറ്റ്കോയിൻ ഇനിയും മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓൾറെഡി ഒരു സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിനെ സംബന്ധിച്ച് ബിയറിഷാണ്. പക്ഷേ ഈ ഒരു മാസം ഇതുവരെ ഇപ്പം ഈ ഒരു മന്ത്ലി ക്യാൻഡിലാണ്, ഇത് ഇപ്പം ഗ്രീന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് അതൊന്നും എപ്പോഴും ശരിയാവണമെന്നില്ല. എനിക്കതിനോട് വലിയ വിശ്വാസമൊന്നുമില്ല. ഇപ്പോൾ ഒക്ടോബർ എല്ലാവരും പറയും നല്ല രീതിയിൽ ബുള്ളിഷാണെന്ന്. ഞാനതിനെ കൂടുതലൊന്നും ഇതാവുന്നില്ല. ചിലപ്പം നേരെ തിരിച്ചും വരാം. എല്ലാവരും ബുള്ളിഷെന്ന് വിചാരിക്കും, നല്ല രീതിയിൽ കറക്ഷനും വരാം. അപ്പം എപ്പോഴും മാർക്കറ്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. വെയിലിൻ്റെ ഒരു കളികളൊക്കെ കാണും. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ എനിക്ക് എപ്പോഴും ട്രസ്റ്റ് ആണ്. ബിറ്റ്കോയിൻ നിങ്ങൾ വിട്ട് കളയരുത്. ഇപ്പം ബിറ്റ്കോയിൻ അത്യാവശ്യം പമ്പിൽ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ബൈ ചെയ്യുന്നതൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ലെവൽ ഒരു 62K അങ്ങനെയൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ട് ബൈ ചെയ്യുക. ഇപ്പോഴും നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പം ചിലപ്പോൾ ഒരു 68K വരെ പോയിട്ടൊക്കെ തിരിച്ചിറങ്ങി വരാം. ഓക്കെ, അപ്പോൾ ആൾട്ടോയിനെ സംബന്ധിച്ച് ആർബിട്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു കോയിന്, ആർബിട്രം. അതുകൊണ്ട് തന്നെ പല കോയിനുകളുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും ടെലിഗ്രാമിൻ്റെ ബോട്ട് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ പുറകിലാണ്. ആരും മാർക്കറ്റിനെ കുറിച്ചൊന്നും വീഡിയോ ചെയ്തില്ല. മാർക്കറ്റിനെ കുറിച്ച് വീഡിയോ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നവരുടെ ചാനലോ കാര്യങ്ങളൊന്നും ആരും ഒന്നും കാണത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും മറ്റേ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്ന മണി അങ്ങനെയുള്ള ടെലിഗ്രാം, ചിലതൊക്കെ ഉടായ്പായിരിക്കും ടെലിഗ്രാം ബോട്ടുകളെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു കോപ്പും കിട്ടില്ല. ഇപ്പോൾ ഈ റഫറലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ റഫറലെന്ന് പറയുന്ന സംഭവമൊക്കെ അതൊക്കെ കൊടുക്കണം. ലിമിറ്റ് ഒരു റഫറലെന്ന് വെച്ചാൽ 0.40 ഒരു ടോക്കൺ അങ്ങനെ വല്ലതും കൊടുക്കണം. എന്നിരുന്നാൽ അപ്പം റഫറലുള്ളവരും ഈ വലിയ വലിയ ടീമുകളും നല്ല രീതിയിൽ അധ്വാനിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അവന്മാർക്ക് ചുമ്മാതെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നവർക്കാണ് കൊടുക്കേണ്ടത് എപ്പോഴും. അപ്പം അങ്ങനെയുള്ള നല്ല ബോട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം, അത് പിന്നീട് ഒരു സമയത്ത് പറയാം. അപ്പോൾ നിങ്ങളിപ്പം നോക്കേണ്ട ബിറ്റ്കോയിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റാണ്. ബിറ്റ്കോയിനെ ഞാൻ സംബന്ധിച്ച് എപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആർബിട്രത്തെ നിങ്ങൾ ബൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.